ടോമും അവനെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയും ഇതിനിടെ അവന്റെ കയ്യിൽ കല്ലുകൂടെ കണ്ടതോടെ നിക്കിന് ദേഷ്യം പിടിച്ച് ഭൂമിയിലേക്ക് ആഞ്ഞു കുത്തുമ്പോൾ വണ്ടി മാറിഞ്ഞങ്ങ് പോവുകയും അതോടെ അവർ കഷ്ടിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ ഇരിക്കുകയും കല്ലിന്റെ ശക്തി സോണിക്ക് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കല്ല് പൊളിഞ്ഞ് 7 കല്ലുകളായി മാറുകയും ഈ സമയം നിക്ക് അവർക്ക് ചുറ്റും തീട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ, അവൻ എന്നെയാണ് വേണ്ടത്, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊക്കെ സോണിക്ക് അവരോട് പറയുമ്പോൾ എടാ നമ്മൾ ഫാമിലിയാണ്, എന്ത് അപകടം വന്നാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് അവർ ഒരുമിച്ച് ഇരിക്കുകയും ഇതിനിടെ നിക്ക് അവരെ ചവിട്ടിക്കൊല്ലാൻ പോകുന്നത് കണ്ട് അവർ മരിക്കാൻ റെഡിയാവുമ്പോൾ ആ കല്ലിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇതിനിടെ നിക്ക് അവരെ ചവിട്ടുമ്പോൾ ടെയിൽസ് ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുകയും ഇതിനിടെ നിക്ക് അങ്ങനെ അവന്റെ ശല്യം കഴിഞ്ഞു കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ റോബോട്ടിന് എന്തോ കുലുക്കം തട്ടി നോക്കുമ്പോൾ സോണിക്കിന് കല്ലിന്റെ പവർ കിട്ടി അവരെ രക്ഷിച്ചതായി കാണുകയും ഇതിനിടെ അവൻ റോബോട്ടിന്റെ ഉള്ളിലൂടെയൊക്കെ പറന്ന് മേലേക്ക് വരുന്നത് കണ്ട് ടെയിൽസും നക്കിൾസും ഒക്കെ അത്ഭുതപ്പെടുമ്പോൾ നേരെ ചെന്ന് റോബോട്ടിന്റെ തലയങ്ങ് മുറിച്ചങ്ങ് കളയുകയും ശേഷം നിന്റെ എല്ലാം കഴിഞ്ഞു എന്നൊക്കെ സോണിക്ക് പറയുകയും അത് കേട്ട് നിക്ക് നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവനെ ഇടിക്കാൻ വരുമ്പോൾ സോണിക്ക് അത് തടുത്തുകൊണ്ട് പൊളിച്ചങ്ങ് കളയുകയും അവന്റെ ദേഷ്യം തീരുന്നത് വരെ പൊളിച്ച് റോബോട്ട് മുഴുവനായി പൊളിഞ്ഞു പോവുകയും അതോടെ നിക്കും റോബോട്ടും താഴേക്ക് വീഴുകയും ഇതിനിടെ സോണിക്ക് താഴേക്ക് ഇറങ്ങി വന്നത് കണ്ട് ടോമും മേഡിയും അവനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നത് കണ്ട് നക്കിൾസ് അവരെ തടയുകയും അവനിപ്പോൾ ആ പവർ ഉള്ളത് കൊണ്ട് അവൻ സോണിക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോണിക്ക് ദേഷ്യത്തോടെ ആകാശത്തിലോട്ട് കൈ നീട്ടുമ്പോൾ സാൻഡ്വിച്ച് വന്ന് കയ്യിൽ വീഴുകയും ഇതിനിടെ അവൻ അത് കഴിച്ച് നീയും കഴിക്കടാ എന്ന് പറഞ്ഞ് അവനും കൊടുക്കുമ്പോൾ ഇത് പഴയ സോണിക്ക് തന്നെ എന്ന് നക്കിൾസ് പറയുകയും ഈ സമയം പവർ പോട്ടെ എന്ന് പറയുമ്പോൾ അവൻ നോർമലായി മാറുകയും അതോടെ അവർ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് സന്തോഷിക്കുമ്പോൾ നീ ഇത്രയും പവർ കിട്ടിയിട്ടും നീ എന്തുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞതെന്ന് ടെയിൽസ് ചോദിക്കുകയും എടാ എനിക്കതുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാനിപ്പോ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ ചിരിക്കുമ്പോൾ പൊട്ടിയ എമറാൾഡ് അവൻ ശരിയാക്കുകയും ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുമെന്നൊക്കെ നക്കിൾസ് ചോദിക്കുമ്പോൾ നമ്മളിത് ഒരുമിച്ച് സംരക്ഷിക്കുമെന്ന് സോണിക്ക് പറയുകയും അതോടെ അവർ നമ്മളിത് ഒരുമിച്ച് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നക്കിൾസും ടെയിൽസും സോണിക്കും ചേർന്ന് ബേസ്ബോൾ കളിക്കുന്നതാണ്. ഇതിനിടെ നക്കിൾസ് ആണെങ്കിൽ കൈ കൊണ്ടൊക്കെ അടിച്ച് കള്ളക്കളി കളിക്കുകയും ഈ സമയം ടോമും മേഡിയും വന്ന് നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് മേഡി അവരെ വണ്ടിയിലേക്ക് കൂട്ടുമ്പോൾ സോണിക്ക് ടോമിനെ അച്ചാന്ന് വിളിച്ച് അവനോട് താങ്ക്സ് പറയുകയും അവർ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നതോടെ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു.